ഈ ഒരു ബ്രാൻഡിലേക്ക് എന്നെ എത്തിച്ചത് ഒറ്റ ഘടകം, ഒറ്റ പേര്, ആൽബർട്ടോ മൊറിയാസ്. ആ ഒരു പെർഫ്യൂമറിൻ്റെ പേര് മാത്രമാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ അറിയത്ത് പോലുമില്ല. ആൽബർട്ടോ മൊറിയാസ്, തൊട്ടതെല്ലാം പൊന്നാക്കിയ രാജകുമാരൻ. നമ്മുടെ പെർഫ്യൂം ജേണിയിൽ ഞാൻ എടുത്തു പറയുന്ന ഒരു പെർഫ്യൂമറുടെ പേരാണ് ആൽബർട്ടോ മൊറിയാസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രിയേഷനും എൻ്റെ ഫേവറേറ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ പെർഫ്യൂമും അദ്ദേഹം മേക്ക് ചെയ്തതാണ്. ആൽബർട്ടോ മൊറിയാസ് എന്നുള്ള പേര് കാരണമാണ് ഈ ഒരു ബ്രാൻഡിലേക്ക് ഇറങ്ങിയത്. പറയാതിരിക്കാൻ വയ്യ, എന്തൊരു പെർഫ്യൂം! ശരിക്കും പറയുമ്പോൾ രോമാഞ്ചം വരുന്നു. അതുപോലത്തെ ഒരു പെർഫ്യൂമാണ് മിസൻസർ. ഇത് പലരും റിവ്യൂ ചെയ്തിട്ടില്ല, എന്നാൽ അധികം നിങ്ങൾ കൊടുത്തിരിക്കുന്ന കുറച്ച് റിവ്യൂസ് നിങ്ങൾ കാണണം. എൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ കാണണം. അതുപോലെ ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്ന ഒരു പെർഫ്യൂമാണ് മിസൻസർ. ഞാൻ ഒരു 10-15 ഡീക്കൻസ് എൻ്റെ സുഹൃത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിൽ ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്തു. എനിക്കറിയത്തില്ല ഇത് ബ്രാൻഡാണെന്നുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത് നിൻ്റെ ഫേവറേറ്റ് ആളുടെ പെർഫ്യൂമാണ്. നമ്മുടെ ആരുടെ? ആൽബർട്ടോ മൊറിയാസിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്രാൻഡ്, ആൽബർട്ടോ മൊറിയാസിൻ്റെ സ്വന്തം ബ്രാൻഡാണ് മിസൻസർ. അതിലെ ഒരെണ്ണമാണ് ഓംബ്രൈ മാജിക് എന്നൊരു പെർഫ്യൂം. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പെർഫ്യൂം. നിങ്ങൾ കളക്ഷനിൽ വെച്ചത് നിങ്ങൾക്ക് വലിയ നഷ്ടം എന്നാണ് പറയാം. നമ്മുടെ കയ്യിരിക്കുന്ന ടെസ്റ്റർ ബാച്ചാണ്. 2022 ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. കളക്ടേഴ്സിനിടയിൽ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് അവർക്ക് പറയാൻ വാക്കുകളില്ലാത്തൊരു പെർഫ്യൂം അത്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. മെയ്ഡ് ഇൻ സ്വിറ്റ്സർലൻഡ്. ബോട്ടിൽ പ്രസൻറ്റേഷൻ കാണിക്കാം. അടിപൊളി പ്രസൻറ്റേഷൻ. ഇവിടെ ഓംബ്രൈ മാജിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്രിയേഷൻ ആൽബർട്ടോ മൊറിയാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. മിസൻസർ എന്നാണ് പെർഫ്യൂമിൻ്റെ പേര്. മെറ്റൽ ക്യാപ്പ്. ഇവിടെ മൊറിയാസിൻ്റെ ലോഗോ കാണാം. ബാച്ച് കോഡും കാര്യങ്ങളും. 100 ml EDP കോൺസെൻട്രേഷൻ. ഇതാണ് പെർഫ്യൂമിൻ്റെ ബോട്ടിലിനെ കുറിച്ച് പറയാൻ. നീഷ് പെർഫ്യൂം, നീഷ് ക്വാളിറ്റി ജ്യൂസ്. നമുക്കിതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു സ്വർഗീയ മണം, അതാണ് ഈ പെർഫ്യൂം. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് ആംബർ, വാനില, അനിമലിക്, സിട്രസ്, വാം സ്പൈസി, റോസ്, വൈറ്റ് ഫ്ലോറൽ, ബാൽസമിക്, സ്വീറ്റ്, അരോമാറ്റിക്. ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സ്: ടോപ്പ് നോട്ടിൽ ഓറഞ്ച് ബ്ലോസം, മാൻഡറിൻ ഓറഞ്ച്, മിഡിൽ നോട്ടിൽ കാഷലോക്സ്, കാർഡമം, ബുൾഗേറിയൻ റോസ്, ബേസ് നോട്ടിൽ ആംബർഗ്രീസ്, ബർബോൺ, വാനില. ഇത് ഇത്രയാണ് ഇതിലെ നോട്ട്. ഞാൻ ബൈബിൾ ഇടയ്ക്ക് വായിക്കുന്ന ഒരു ശീലമുണ്ട്. ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇതിൽ പലപ്പോഴും സ്വർഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കെരൂബുകൾ, സെറാഫുകൾ, സ്വർഗീയ ദൂതന്മാർ, മാലാകമാർ, ഇവരെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്, അവിടെ എന്തായിരിക്കും മണം. അപ്പോൾ കുറച്ചധികം പെർഫ്യൂം ഞാൻ സ്വർഗീയ മണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതാണ്. ഒരു വെള്ള നിറത്തിൽ അലങ്കൃതമായ മേഘങ്ങൾക്കിടയിൽ, തൂവെള്ള മേഘങ്ങൾക്കിടയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവവും, ചുറ്റും മാലാകമാരും, സെറാഫുകളും, കെരൂബുകളും, ഒപ്പം സ്വർഗീയ കൊട്ടാരങ്ങളും കൊത്തളങ്ങളും. ഇതൊക്കെയാണ് എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏഞ്ചലിക് സ്മെൽ എന്ന് പറയാം. പെർഫ്യൂമിനെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നല്ല മണം എന്ന് പറയാറുണ്ട്, അല്ലേ? എന്നാൽ അപൂർവം ചില പെർഫ്യൂമുകൾ മാത്രമാണ് നമുക്ക് ഏഞ്ചലിക് സ്മെൽ അല്ലെങ്കിൽ ഡിവൈൻ എന്ന് വിളിക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊന്നാണ് മിസൻസറിൻ്റെ ആംബർ മാജിക്. ഇതിൻ്റെ മെയിൻ നോട്ട് എന്ന് പറയുന്നത് ആംബറാണ്. ആംബറും വൈറ്റ് ഫ്ലോറലും, പിന്നെ 2 നോട്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല പവർഫുൾ സ്പ്രേയർ. ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നു. പൈസ പോയാലും വേണ്ടില്ല, പൈസ കൊടുത്ത സന്തോഷം കിട്ടണം. അത് ഇതുപോലുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഗൂസ്ബംപ് ഉണ്ടാകുന്നത്. പറയാതിരിക്കാൻ വയ്യ. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്താ തോന്നുന്നത്, നമുക്ക് ചുറ്റും ഒരു സ്വർണ്ണ പ്രഭാവലയം, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓറ ഉണ്ടായതുപോലെ തോന്നും. ഒരു ഗോൾഡൻ ഓറ നമുക്ക് ചുറ്റും വരുന്നത് പോലെ ഒരു ഫീലാണ് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ. കിട്ടുന്ന മണം എന്ന് പറയുന്നത് ടോപ്പ് നോട്ടിൽ നമുക്ക് നല്ലപോലെ മാൻഡറിൻ ഓറഞ്ചിൻ്റെയും ഓറഞ്ച് ബ്ലോസത്തിൻ്റെയും ഒരു നേരിയ മധുരവും, കുറേയേറെ ഒരു ഫ്രഷ്നെസ്, ഒരു ആനന്ദവും, ഒരു ഉന്മേഷവും തരുന്ന ഒരു മണം. അതാണ് ആദ്യത്തെ സ്പ്രേ നമുക്ക് കിട്ടുന്നത്. എന്താ പറയുക, ഇപ്പോൾ നേരം പുലരുന്ന സമയത്ത് ചക്രവാളത്തിൽ തെളിയുന്ന ആദ്യത്തെ ആ ഒരു സൂര്യകിരണം അത് മുഖത്ത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അതിനെന്ത് പറയാം, ഒരു നിർമ്മലവും സുതാര്യവുമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, ഒരു അനുഭൂതി ഉണ്ടല്ലോ. അതാണ് ആദ്യത്തെ സ്പ്രേ കിട്ടുന്ന ഒരു ഫീൽ. നമുക്ക് കിട്ടുന്ന ഫീൽ അതാണ്. മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോഴാണ് ആൽബർട്ടോ മൊറിയാസ് ഇവിടെ ഒരു മാജിക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഒരു സൂത്രം. അതിൻ്റെ പേരാണ് കാർഡമം, ഏലക്ക. പതിയെ റോസും കാർഡമവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനെ മാജിക്കൽ എന്ന് പറയാൻ കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു നോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കാച്ചലോക്സ് എന്ന നോട്ടാണ്. ഈ നോട്ട് ബേസിക്കലി ഒരു ആംബർഗ്രീസ് ആണ്. തിമിംഗലങ്ങളെ വേട്ടയാടാൻ പാടില്ലാത്തത് കൊണ്ട്, അത് നിരോധിച്ചത് കൊണ്ട്, ഇതിൽ കൃത്രിമമായിട്ട് മേക്ക് ചെയ്ത ആ ഒരു അരോമ ഓയിലാണ് കാച്ചലോക്സ് അല്ലെങ്കിൽ സീറ്റാലോക്സ് എന്ന് പറയാറുണ്ട് പെർഫ്യൂമിൽ. ആ ഒരു നോട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്.
ചർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വായുവിൽ അലിഞ്ഞു ചേരുന്ന ഒരു പ്രത്യേകതരം വുഡി ആംബർ സ്വീറ്റ് സ്മെല്ലാണ്. അതാണ് ഈ കാറ്റലോഗ്സിൻ്റെ നോട്ടിൻ്റെ പ്രത്യേകത. ഒരു സ്വീറ്റ് വുഡി ആംബർ സ്മെൽ. ഈ ആംബർ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമിന് തന്നെ ഒരു സറിയൽ എഫക്റ്റ് ഉണ്ട്. ചില പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ പാഞ്ഞു പോകില്ലേ മനസ്സിലൂടെ, കുട്ടിക്കാലത്തെയോ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു അനുഭൂതി അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ മുൻ ജന്മത്തെ എപ്പോഴോ നമ്മൾ ആ സ്ഥലത്തായിരുന്നതും അവിടെ താമസിച്ചതും അവിടുത്തെ ആളുകളുമായി ഇടപഴകിയതും അപ്പോഴത്തെ ഓർമ്മകൾ എവിടെയോ ഒരു മുൻജന്മത്തെ നമുക്ക് ട്രൈ ചെയ്തതുപോലെ ഒരു ഫീൽ കിട്ടുന്ന ഒരു നോട്ടാണ് ഈ മിർ, പിന്നെ അതുപോലെ തന്നെ ഇൻസെൻസ്, അതുപോലെ ആംബർ. ഇത്തരം നോട്ടുകൾക്ക് ഇതിനെ പുറത്തെടുക്കാനുള്ള ഒരു ട്രിക്ക്, ഒരു മാജിക്, ഒരു കഴിവുണ്ട്. അതുപോലത്തെ ഒരു നോട്ടാണ് ഈ ആംബർ. മിക്കവാറും ആംബർ പെർഫ്യൂമിലും ഒരു കടുപ്പേറിയതോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മസാലയുടെ ഒരു സ്പൈസി സ്മെൽ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാൽ ആംബർ മാജിക്കിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ അന്തരീക്ഷവായു പോലെ തന്നെ വളരെ നേർമയുള്ളത്, കട്ടി കുറഞ്ഞത്, ഭാരം കുറഞ്ഞതാണ്. ഇതിൽ എന്താ പറയുക, ഭാരം കുറഞ്ഞതാണെങ്കിലും ഒരു പവിഴം പോലെയോ അല്ലെങ്കിൽ വജ്രം പോലെയോ മരതകം പോലെയോ ഗോമേതകം പോലെയോ നല്ല തിളക്കമുള്ള ഒരു മണം, ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉള്ള ഒരു മണം. വൈറ്റ് ഫ്ലോറൽ മസ്ക്, ഇതിൽ നല്ലൊരു മസ്ക് ചേർത്തിട്ടുണ്ട്. വൈറ്റ് മസ്ക് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് ചേർത്തിരിക്കുന്ന ഒരു പെർഫ്യൂം ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അർമാനിയുടെ ബ്ലാങ്ക് കൊക്കൈൻ ആ ഒരു പെർഫ്യൂമിൽ വൈറ്റ് മസ്ക് ഹെവൻലി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വൈറ്റ് മസ്ക് ഇതിലും ചേർത്തിട്ടുണ്ട്. ഡ്രൈഡോണിൽ വാനിലയുടെ ഒരു ചെറിയ മധുരം ഇതിനൊരു സ്വർഗീയ വിരുന്ന്, ഒരു സ്വർഗീയ ഫീൽ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഡ്രൈഡോണിൽ ചേർത്തിരിക്കുന്ന ഒരു വാനില സ്മെല്ല്. ഈ മണം കിട്ടുന്നവർക്ക് എന്താ പറയുക, ഏതോ ഒരു ദൈവിക ഗന്ധം ശ്വസിക്കുന്ന പോലെ ഒരു അനുഭവപ്പെടും. അത്രയും ശുദ്ധമായിട്ടുള്ള നോട്ട്സാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ആൽബർട്ടോ മൊറിലാസ് 2-3 നോട്ടുകൾ വെച്ചിട്ടാണ് ഈ പണിഞ്ഞിരിക്കുന്നത്. കാർഡമം, ഓറഞ്ച് ബ്ലോസം, പിന്നെ കാറ്റലോഗ്സ് എന്നുള്ള ഒരു നോട്ട്. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇതിൽ വൈറ്റ് ഫ്ലോറൽ എന്ത് ഫ്ലോറൽ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ദൈവിക ഗന്ധം, ഒരു ഏഞ്ചൽ ഗബ്രിയൽ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ഏഞ്ചലിക് സ്മെല്ല്. അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്മെല്ലെന്ന് പറയുന്നത്. വൈറ്റ് ഫ്ലോറൽ, മസ്കി, സ്വീറ്റ് വുഡി ആംബർ. ആംബർ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആംബർ. നമ്മുടെ ഇതിൽ ചേർത്തിരിക്കുന്നത് പോലെ ക്ലൈവ് ക്രിസ്റ്റ്യൻ്റെ ആംബറിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തത്, അതിൽ ചേർത്തിരിക്കുന്ന പോലെ ഒരു സ്വീറ്റ് വുഡി ആംബർ. നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കൊണ്ട് നടക്കുന്നവർ, അവർക്കൊക്കെ പറ്റിയൊരു പെർഫ്യൂമാണ്. അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആംബ്രോ മാജിക് നല്ലൊരു ചോയ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പെർഫ്യൂമല്ല. ആൽബർട്ടോ മൊറിലാസ് ഒരു പെർഫ്യൂമല്ല ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്താ പറയുക നൽകാൻ പറ്റുന്ന ഒരു മനോഹരമായ ഓർമ്മയാണ് ഈ ഒരു പെർഫ്യൂം. ഞാൻ ഈ ദൃശ്യം 3 ഇറങ്ങിയ സമയത്ത് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി തിരിച്ച് ഒരു 3-ാം നിലയിൽ, ഒരു മാളിൽ 3-ാം നിലയിലാണ് ഈ തിയേറ്റർ. ഇപ്പോൾ തിരിച്ച് ലിഫ്റ്റിൽ ഇറങ്ങിയ സമയത്ത് ഒരു 5-6 സംഘം ആളുകൾ ലിഫ്റ്റിൽ കയറി വന്നു. കലവില സംസാരിച്ചിട്ടാണ് കയറി വന്നത്. അപ്പോൾ അതിലൊരു ലേഡി സ്വിച്ച് ഇട്ട പോലെ സംസാരം നിർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ സ്മെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു, മണം വരുന്നുണ്ട്, മണം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ് തിരുന്നപ്പോഴേക്കും ഞങ്ങൾ താഴെ ചെന്നപ്പോൾ ഭയങ്കര മഴ, ഞങ്ങൾ അവിടെ പെട്ടു. ഇപ്പോൾ മഴ തീരാതെ ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ട്. ഈ പുള്ളിക്കാർ വീണ്ടും ചോദിക്കാൻ അടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, നല്ല സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ, ആരാണോ അടിച്ചത്, എടാ നീയാണോ ഈ പെർഫ്യൂം അടിച്ചത് എന്ന് പുള്ളിക്കാർ അടുത്തിരിക്കുന്ന അടുത്ത് ചോദിക്കുന്നുണ്ട്. തൊട്ട് ബാക്കി ഞാൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അടിച്ച പെർഫ്യൂം തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വേറെ മണമൊന്നും വരുന്നില്ല. ഞാൻ മാത്രമേ അവിടെ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂമിന്റെ മണം നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് എൻ്റെ അടുത്ത് മാത്രമായിരുന്നു. അതുകൊണ്ട് അത് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കണം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് എനിക്ക് ഇൻഡയറക്ട്ലി കിട്ടിയൊരു പെർഫ്യൂമാണ്. ഞാൻ അധികം ഇത് അടിക്കാനുള്ള ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. സോ എനിക്ക് ഇങ്ങനെ ഒരു ഓർമ്മ എനിക്ക് ഈ പെർഫ്യൂം അടിച്ചപ്പോൾ കിട്ടിയത്. 2-ാമത്തെ തവണ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയത്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ 7 മണിക്കൂറാണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2.5-3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. എടുത്തു പറയേണ്ടത്, ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം, ഇത് എക്സോട്ടിക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്മെല്ലാണ്. സോ അതുപോലുള്ള ഒക്കേഷൻസിൽ വേണം യൂസ് ചെയ്യാൻ. കാലാവസ്ഥ ഒരു പ്രശ്നമേ അല്ല. പക്ഷെ എക്സ്പെൻസീവ് സ്മെല്ലായതുകൊണ്ടും എക്സോട്ടിക് മണമായതുകൊണ്ടും നിങ്ങൾ ഇതിലൊരു മാജിക്കൽ, ഒരു സർറിയൽ, ഒരു ലക്ഷറി ഫീൽ തരുന്നതുകൊണ്ട് അതുപോലുള്ള ഒക്കേഷൻസിൽ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. വളരെ യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ അതുപോലെ നിങ്ങളുടെ ഭർത്താവിനോ ബോയ് ഫ്രണ്ടിനോ ഒരു പെർഫ്യൂം, ഒരു മാജിക്കൽ പെർഫ്യൂം ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം വേണം വാങ്ങാൻ. ഇതിന്റെ പ്രൈസ് വരുന്നത് 18,000-ന് മുകളിലാണ് വില വരുന്നത്. ചീപ്പല്ല, വിലയുണ്ട്. ആൽബർട്ടോ മൊറിയാസ് ആണ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും ഞാൻ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയുന്നില്ല. ഇത് ട്രൈ ചെയ്യണ്ടേ ഒന്നും ഞാൻ പറയില്ല. അത് നിങ്ങൾ നഷ്ടമാണത്. കാര്യം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ രാജകുമാരൻ്റെ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. വേറൊന്നും പറയുന്നില്ല. 5 ml 10 ml ഡീക്കൻ്റ് ഉണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും എൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. പേഴ്സണൽ നമ്പർ മെൻഷൻ ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ വാങ്ങുക. ഇത് കിട്ടാൻ ഇത്തിരി പ്രയാസമുള്ളൊരു പെർഫ്യൂമാണ് ഇന്ത്യയിൽ. താങ്ക് യു സോ മച്ച്.